കുടിവെള്ള വിതരണം സ്വകാര്യ കമ്പനികൾക്ക് തീരെഴുതാൻ അനുവദിക്കില്ലെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ CITU സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ആൽവ മഹാത്മാഗാന്ധി ടൗൺ ഹാളിലെ ശിവദാസ മേനോൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ റഫറണ്ടത്തിൽ 48% അംഗീകാരം CITUവിന് വാട്ടർ അതോറിറ്റിയിൽ ലഭിച്ചിട്ടുണ്ട്. CITU കൂടാതെ മറ്റൊരു അംഗീകൃത സംഘടനയായ INTUCക്ക് 23% വോട്ടാണ് വാട്ടർ അതോറിറ്റിയിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ നിങ്ങളെല്ലാം ശ്രദ്ധയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണല്ലോ ജലജീവൻ പദ്ധതി. ജലജീവൻ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ പ്രശ്നങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നു. ആ പ്രശ്നങ്ങളിലെല്ലാം സംഘടന ശരിയായ നിലയിൽ ഇടപെടുകയും തൊഴിലാളികളുടെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മുൻകൈ എടുത്തു വരികയും ചെയ്യുന്നു. അതിന് സഹായകരമായ സമരത്തിന്റെ രീതികൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് നമ്മുടെ ഈ സമ്മേളനം ചേരുന്നത്. ADB വായ്പയുടെ മറവിൽ കൊച്ചിയിലെ കുടിവെള്ള വിതരണം സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയുള്ള ഇത്തരം പ്രവർത്തനം അവസാനിപ്പിക്കും. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ എക്കാലവും സംരക്ഷിച്ചിട്ടുള്ളത് ഇടത് സർക്കാരാണ്. LDF സർക്കാരിനെ സംരക്ഷിക്കാൻ ജീവനക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. KWAEU സംസ്ഥാന പ്രസിഡന്റ് P കരുണാകരൻ അധ്യക്ഷനായി. യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി P ഉണ്ണികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ OR ഷാജി കണക്കുകളും അവതരിപ്പിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥ്, ജില്ലാ പ്രസിഡന്റ് ജോൺ ഫെർണാണ്ടസ്, സെക്രട്ടറി PR മുരളീധരൻ, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സീമ S നായർ, സ്വാഗത സംഘം ചെയർമാൻ CN മോഹനൻ, AKWAO ജനറൽ സെക്രട്ടറി ES സന്തോഷ്, KWAPO ജനറൽ സെക്രട്ടറി വത്സപ്പൻ നായർ, KW കരാർ തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി KP പ്രമോഷ്, CPIM ആലുവ ഏരിയ സെക്രട്ടറി AP ഉദയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V സലീം, PM സഹീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് ആലുവ.